ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും നമ്മുടെ പ്രദേശത്തെ നിലവിലെ അന്തരീക്ഷ സ്ഥിതി ഇപ്പൊ എന്തുവാണ്? നമ്മൾ മഴയായിരുന്നല്ലേ ഇതുവരെ? അതെ അതെ മഴക്കാലം മാറി പെട്ടെന്നല്ലേ നമുക്ക് ഇപ്പൊ ശരിക്കും ചൂട്. അപ്പോ നമ്മുടെ ഇവിടെ ഇപ്പം വന്ന മഴ ഏത് പ്രതിഭാസം കൊണ്ടാണ്? ഇത് മറ്റേ മൺസൂൺ അല്ലേ? മൺസൂണല്ലേ? ഇടയ്ക്ക് ഒരു ചക്രവാത ചുഴിയൊക്കെ വന്നായിരുന്നല്ലോ എന്തോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം. ഭയങ്കര 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തില്ലായിരുന്നോ? ഈ ചക്രവാത ചുഴി എന്തുവാണ്? ചുമ്മാ ചോദിച്ചു കേട്ടോ. അറിയാവോ? ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുന്നേ ഉള്ള കാറ്റിന്റെ കറക്കവാ. അപ്പൊ അത് കാരണം ഇങ്ങനെ മഴ ലഭിക്കും നമുക്ക്. മർദ്ദവ്യതിയാനം കാരണമാ കേട്ടോ. അത് വലിയായിട്ട് ഞാൻ എന്തോ അതെ ഈ കടൽ തീരത്തിന്റെ അതെ കടൽ തീരത്ത് സമീപ പ്രദേശങ്ങളിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ മഴ കിട്ടുന്നത്. ചക്രവാത ചുഴി ശക്തിയായിട്ട് ശക്തമാവുമ്പോൾ ന്യൂനമർദ്ദമാവും. അതാ സംഭവം. പക്ഷെ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമല്ല. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോ ഇതിന്റെ പറഞ്ഞു തുടങ്ങിയോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ന്യൂനമർദ്ദം ആവുമെന്ന് പറഞ്ഞില്ലേ? ഈ ന്യൂനമർദ്ദം പിന്നെയും ശക്തി പ്രാപിക്കുമ്പോഴാണ് ചുഴലിക്കാറ്റാവുന്നത് കേട്ടോ. അതുകൂടെ ഓർത്തു വെച്ചോ. ചക്രവാത ചുഴി എന്ന് പറയുമ്പോൾ കാറ്റിന്റെ കറക്കമാണെന്നേ ഉള്ളൂ. അത് ശക്തമായാല് ന്യൂനമർദ്ദമാവും. ന്യൂനമർദ്ദം ശക്തമായാല് തീവ്ര ന്യൂനമർദ്ദമാവും. എന്നിട്ട് പിന്നെ കൊടുങ്കാറ്റായിട്ട് മാറും. അതാ സംഭവം. അപ്പോ വെയില്, മഴ, മഞ്ഞ്, ചൂട്, തണുപ്പ്, കാറ്റ്, മേഘം, ഈ അവസ്ഥകളെല്ലാം അന്തരീക്ഷത്തിൽ സ്ഥായിയാണോന്ന് നമ്മളോട് ചോദിച്ചേക്കുവാണോ? അല്ലല്ലോ. മാറി മറിഞ്ഞു വരും. ഭൂമിയിൽ ഓരോ പ്രദേശത്തും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനനുസൃതമായിട്ടുള്ള അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത, ഹ്യൂമിഡിറ്റി തുടങ്ങിയ ഘടകങ്ങൾക്ക് വിധേയമായിരിക്കും അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥകൾ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഈയിടത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയ. അതേസമയം ഏറ്റവും ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ്? രാജസ്ഥാനല്ല, രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്. ശരി. സത്യം പറഞ്ഞ ഈ രാജസ്ഥാനിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴും ചൂട് കൂടിയ സ്ഥലം വരുന്നത്. അതീ മാറിയും പറഞ്ഞൊക്കെ ഇരിക്കും. ഇപ്പൊ അതേണ്ട പാലക്കാട് ആണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടിയ സ്ഥലം വരുന്നത്. പക്ഷേ പാലക്കാടിനെയും മറികടന്നായിരുന്നു പത്തനംതിട്ട ഇടയ്ക്ക്. ഓർമ്മയുണ്ടോ? ഇടയ്ക്ക് പത്തനംതിട്ടയിലായിരുന്നു ഏറ്റവും ചൂട് കേരളത്തിൽ. സ്ഥിരമായിട്ട് നിൽക്കുകയല്ല. ശരി. അപ്പോ ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കാലയളവില് അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷമർദ്ദം, കാറ്റ്, ആർദ്രത, വർഷണം, മഴ പെയ്യുന്നത് തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? വെതർ എന്ന് വിളിക്കും. അതായത് ദിനാന്തരീക്ഷ സ്ഥിതി. അപ്പൊ ഒരു വിശാലമായ ഭൂപ്രദേശത്ത് ദീർഘകാലങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് എന്ത്? കാലാവസ്ഥ എന്ന്, ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർത്തോണം, ദിനാന്തരീക്ഷ സ്ഥിതി, വെതർ എന്ന് പറയുന്നത് എന്താ? ചെറിയ കാലയളവിൽ അല്ലേ, 1-2 ദിവസമൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ചെറിയ കാലയളവിലുള്ളത് വെതർ. അതേസമയം ഒരുപാട് നാളുകളായിട്ട്, മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ നമ്മൾ ഒരു ഏരിയയിലെ കാലാവസ്ഥ, വെതർ, ദിനാന്തരീക്ഷ സ്ഥിതി നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കാലാവസ്ഥ എന്ന് പറയുന്നത്. ശരാശരി. അപ്പോ ഏകദേശം 35 മുതൽ 40 വർഷകാലത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് കേട്ടോ. 35 മുതൽ 40 വർഷത്തെ കാര്യം നോക്കിയിട്ടാണ് നമ്മള് കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് രാജസ്ഥാനൊക്കെ എന്ത് പ്രദേശമാണെന്ന് പറയാൻ പറ്റും? കാലാവസ്ഥ മരുപ്രദേശം അല്ലേ? ഉഷ്ണമേഖലയാ. 35 മുതൽ 40 വർഷകാലത്തെ ദിനാവസ്ഥാ സാഹചര്യം, അതായത് വെതർ നോക്കിയിട്ടാണ് നമ്മൾ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. അപ്പോ ഈ ഭാഗങ്ങളിലെ സസ്യജന്തുജാലങ്ങളിലും അവിടുത്തെ മനുഷ്യജീവിതത്തിലും വൈവിധ്യം വരും അല്ലേ? ഇത്രയും കാലത്തെയൊക്കെ കാലാവസ്ഥ. ഇപ്പൊ മഴ സ്ഥിരം പെയ്യുന്നിടത്ത് അവിടെ ഈ നമുക്ക് ഈ നമ്മുടെ കട്ട കെട്ടിയ വീടൊക്കെ, അവിടെ എല്ലാ കാലത്തും ഈ മനുഷ്യജീവിതത്തിനെ കുറിച്ച് നോക്കുമ്പോ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് ഒക്കെ നമ്മൾ ഈ ഡിസ്കവറിയിലും ടിവിയിലൊക്കെ കണ്ടില്ലേ, യൂട്യൂബിലൊക്കെ ഫുള്ള് മറ്റേ ഷീറ്റും ഒക്കെ അടിച്ചുള്ള വീടാ അല്ലെ? ഈ കൂടുതലും തടിയൊക്കെ ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന വീട്.
അതെ കാരണം എന്തുകൊണ്ടാ ഈ മഴ കാരണം അറിയാലോ, മഴ സ്ഥിരം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ഈ സിമെന്റ് കൊണ്ട് നിർമ്മിച്ചതൊക്കെ എല്ലാം നശിച്ചു പോകും അല്ലെ, കട്ടയൊക്കെ നശിച്ചു പോകും. അതെ അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഇത് സസ്യജീവജാലങ്ങള് അല്ലെ, സസ്യജന്തുജാലങ്ങള് അതിനും വ്യത്യാസമുണ്ട്. ഒരുപാട് വെള്ളമൊക്കെ ഉള്ളിടത്ത് അല്ലെ കാണപ്പെടുന്ന അതിനനുസരിച്ചുള്ള ഈ എന്താണ് വെജിറ്റേഷൻ ആയിരിക്കും അവിടെ ഉള്ളത് അല്ലെ. അപ്പോ മനുഷ്യ ജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതില് അതത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങള് നിർണായകമാണ് കേട്ടോ. അപ്പൊ അതെ അപ്പൊ അതിനനുസരിച്ച് കേട്ടോ, നമ്മുടെ ഈ കാലാവസ്ഥ അനുസരിച്ച് വേറെ എന്തൊക്കെ മാറും നമ്മുടെ മനുഷ്യരുടെ കാര്യം വരുമ്പോൾ? ആഹാരക്രമം, വസ്ത്രധാരണം, ഭവന നിർമ്മാണം, തൊഴില്, ഇതിലെല്ലാം മാറ്റം വരും. നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതിവിശേഷങ്ങളിലും മനുഷ്യരാശിയിലെ വർണ്ണവർഗ വൈവിധ്യങ്ങളിലും കാലാവസ്ഥാ ഘടകങ്ങളുടെ സ്വാധീനം പ്രകടമാണ്. എന്തോ പറഞ്ഞേക്കുന്നേ, ഈ കാലാവസ്ഥ നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ തന്നെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. ജോലിയും ആഹാരക്രമവും വസ്ത്രധാരണവും എല്ലാം. നമ്മുടെ രാജസ്ഥാനിലെ കാര്യമൊക്കെ ആണെങ്കിലോ, അവിടെ വീടുകളൊക്കെ കണ്ടില്ലേ ചൂടിനെ ചൂട്. അപ്പൊ ഈ അതിജീവിക്കാൻ മൺകട്ട കൊണ്ടുള്ള വീടുകളൊക്കെ കൂടുതൽ, അതാവുമ്പോ അകത്ത് തണുപ്പായിരിക്കും, വെളി ചൂടാണേലും അല്ലേ. അതെ അതെ അപ്പൊ അങ്ങനത്തെ പുല്ലും കൊണ്ടൊക്കെ മേഞ്ഞാണ് കൂടുതലും. ഇപ്പം പിന്നെ കോൺക്രീറ്റ് വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും അവരുടെ തനതായ, ഇപ്പൊ കേരളീയ ശൈലി എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കേരളത്തില് ഈ പണ്ട് പോലെ ഈ കൂര ടൈപ്പ് വീടുകൾ വരുന്നത് എല്ലാം ചരിഞ്ഞായിരുന്നല്ലോ, കൂര ടൈപ്പ് അല്ലായിരുന്നോ. അത് ശരിക്കും എന്തുകൊണ്ടായിരുന്നു? നമ്മുടെ കാലാവസ്ഥ എങ്ങനത്തെയാണ്? മഴക്കാലം നമുക്ക് വലിയൊരു ഫാക്ടറാ നമ്മുടെ കേരളത്തിൽ അല്ലെ. മഴക്കാലം നല്ല രീതിയിൽ മഴ പെയ്യുന്ന. അപ്പൊ അതിനനുസരിച്ചാ അല്ലെ ഈ വെള്ളമൊക്കെ ഒഴുകി പോവാൻ. അങ്ങനത്തെ രീതിക്കാണ് പണ്ട് കാലത്ത് ഈ പണിത് വന്നിരുന്നത്. പിന്നെ ഇപ്പൊ ഈ മോഡേൺ ഇതൊക്കെ ആയപ്പോഴത്തേനും എല്ലാരും എന്താ ഈ നേരെ അല്ലെ ചരിവില്ലാത്തത് മാറ്റങ്ങൾ വന്ന് അങ്ങനെ ആയതാണ്. അങ്ങനത്തെ വീടുകൾ ശരിക്കും നമ്മുടെ കേരള കാലാവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ പിന്നെ റൂഫിങ് വല്ലതും ചെയ്യണം ചരിച്ച് അല്ലേ. എപ്പോഴും മഴ, ഇപ്പൊ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ മഴ പെയ്യാതിരുന്നത് ഒരു സമയത്ത്. ഇപ്പൊ വേണ്ട പഴയ പോലെ ആയി വരുന്നുണ്ടല്ലോ കാലാവസ്ഥ. അതെ. അപ്പോ ഈ കാലാവസ്ഥ ഒത്തിരി കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കേട്ടോ. ലോകമെമ്പാടുമുള്ള കാർഷിക വൃത്തി. അപ്പൊ ഓർത്തോണം, നമ്മുടെ കൃഷി അല്ലെ വിത്തിറക്കും എപ്പോഴ്? മഴയ്ക്ക് മുന്നേ ആണോ മഴയ്ക്ക് ശേഷമാണോ വിത്തിറക്കുന്നത് നമ്മുടെ നാട്ടില് നെല്ലൊക്കെ? മഴയ്ക്ക് ശേഷം. എല്ലാം നിറഞ്ഞു തുളുമ്പി കിടക്കുമ്പോ അല്ലെ പാടത്തിലൊക്കെ ഈ ഇറങ്ങി നിന്ന് ഇങ്ങനെ വിത്ത് എറിഞ്ഞ് അല്ലെ. ആ ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിത്രങ്ങളൊക്കെ. അപ്പൊ അതും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ, കൃഷി രീതികളും എല്ലാം. അപ്പൊ ഈ നെല്ല് കൃഷി ചെയ്യാൻ പറ്റുന്നത് നെല്ലിനെ അത് നോക്കണം കേട്ടോ. അത് നമ്മളിപ്പം അത് കവർ ചെയ്യുന്നില്ല. നമ്മുടെ പ്രീവിയസ് SCRT ഉണ്ടായിരുന്ന ഓരോ ചെടികൾക്കും വേണ്ട അതിന്റെ ഉഷ്ണം എത്ര ഇത് വേണമെന്ന്, ടെമ്പറേച്ചർ എത്ര വേണമെന്ന് അതുകൊണ്ട്, പിന്നെ എത്ര വെള്ളം എത്രത്തോളം വേണം, മഴയുടെ ഇത്ര അത് കൃത്യമായിട്ട് ചോദിച്ചതാണ്. ഇത്ര സെന്റിമീറ്റർ മഴ വേണമെന്നുള്ളത് അത് നമുക്ക് അറിയത്തില്ല, എഴുതാൻ പറ്റത്തില്ല. അത് നമ്മള് പഴയ SCRT നമുക്ക് ഇത് പുതിയത് തീർത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ, കവർ ചെയ്ത് പോവാം. അപ്പോ ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയ ആദ്യകാല സമുദ്ര സഞ്ചാരങ്ങൾ മുതൽ ആധുനിക ഗതാഗത വാർത്താവിനിമയ സംവിധാനം വരെ ഈ ദിനാവസ്ഥ സ്ഥിതിവിവരങ്ങളെ ആശ്രയിക്കുന്നു. ഈ സമുദ്ര സഞ്ചാരം പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് ആദ്യം ഓർത്ത? എന്തുമായിരിക്കും വന്നത്? അപ്പോ ശരി, അവര് വന്നോട്ടെ, എല്ലാരും വരട്ടെ, സായിപ്പന്മാര് വന്നോട്ടെ ഇങ്ങനെ. അപ്പൊ ഇവര് വരാൻ ഉപയോഗിച്ച സാധനം എന്തുവായിരുന്നു? ഒരു കാറ്റ്. ട്രേഡ് വിൻഡുകള് അല്ലെ. ആ ട്രേഡ് വിൻഡിന്റെ പേര് വരാൻ തന്നെ കാര്യം അതാ. ഈസ്റ്റർലി വിൻഡ് എന്നും പറയും ഇതിന്, ഈസ്റ്റർലി വിൻഡ്. അപ്പോ ഇതും നമുക്ക് ഇടയ്ക്ക് അല്ലാതെ ചോദ്യങ്ങൾ വരുന്നതാണ് കേട്ടോ, എവിടെ നിന്ന് എങ്ങോട്ടാന്നുള്ളത്. ഇക്വേറ്ററിന്റെ ഭാഗത്തോട്ടാ വരുന്നത്. ഈസ്റ്റർലി ഏത് ഭാഗത്തു നിന്നായിരിക്കും വരുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കേട്ടോ, നോർത്ത് ഈസ്റ്റിൽ നിന്ന് നമ്മുടെ ഇക്വേറ്ററിന്റെ ഭാഗത്തോട്ടാണ് വീശി വരുന്നത്. അപ്പോ സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിലോ
കൂട്ടുകാരെ, നോർത്ത് ഹെമിസ്ഫിയറില് നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇക്വേറ്ററിലോട്ട് വരും, ഇക്വേറ്ററിന്റെ ഭാഗത്തോട്ട് വീശും. ഈസ്റ്റർലീസ് കേട്ടോ, ഈസ്റ്റർലീസ്. അതേപോലെ സദേൺ ഹെമിസ്ഫിയറിലാകുമ്പോൾ ഏത് ഭാഗത്ത് നിന്നാണ് ഇക്വേറ്ററിലോട്ട് വരുന്നതെന്ന് പറയാവോ? സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൽ നിന്ന് വരും. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇല്ല അതിനകത്ത് പഠിക്കാൻ. സൗത്ത് ഈസ്റ്റിൽ നിന്ന്. ഇത് നമ്മുടെ ഈ വെതറിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ ഈസ്റ്റർലീസ് ഒക്കെ. ഓക്കെ, പിന്നെ കോറിയോളിസ് പ്രഭാവം ഒക്കെ അറിയാലോ, അത് നമുക്കിപ്പം ഞാൻ ഓർത്തപ്പോ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നമുക്ക് പിന്നെ നോക്കാം. ശരി, ഇനി എന്തോ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഏത്? നമ്മുടെ കാലാവസ്ഥാ വകുപ്പ്, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്, ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ രാജ്യത്തിലെ കാലാവസ്ഥാ നിരീക്ഷണങ്ങള്, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്ന പ്രധാന ഏജൻസിയാണിത്. ഇതിന്റെ ആസ്ഥാനം ഡൽഹിയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലും നൂറുകണക്കിന് നിരീക്ഷണ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാന്റെ ക്വസ്റ്റ്യൻ അത് വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത ഒരു പരീക്ഷയ്ക്ക്. എനിക്കൊന്ന് പോലീസിന്റെ തോന്നുന്നു. വന്നായിരുന്നു. അത് ആരാണ്? CM തന്നെ. അപ്പൊ ഈ റവന്യൂ മന്ത്രി എന്തുവാണ് അതിന്റെ? വൈസാണ് കേട്ടോ, വൈസാണ്. ഓക്കെ. അപ്പൊ സൂര്യനാണ് നമ്മുടെ പ്രധാന ഊർജ്ജ സ്രോതസ് അല്ലേ? സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. ഈ ചെടിയും മറ്റ് സസ്യജാലങ്ങള്, ഹരിതകമുള്ള സസ്യജാല, അത് പായല്, കടൽപ്പായലൊക്കെ പച്ച നിറം അല്ലെങ്കിൽ പോലും ഭയങ്കര എഫിഷ്യന്റ്, ചുവപ്പ് നിറമായിരിക്കും കൂടുതലും ഈ കടൽപ്പായല്. ആന്തോസയനായിരിക്കും കൂടുതലായിട്ടുള്ളത് അതിന്റെ. എന്നാലും എന്താണ് വേണ്ടത് ആഹാരം ഉണ്ടാക്കാൻ ഈ ചെടിക്കും പായലിനും ഒക്കെ? നമ്മുടെ സൂര്യപ്രകാശം അല്ലേ? അപ്പൊ നമ്മള് എന്തിനാണ് ഈ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആഹാരത്തിനായിട്ട്? സസ്യങ്ങളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ. നമ്മള് ഹെട്രോട്രോഫ് എന്ന് പറയുന്ന വിഭാഗമാണ് അപ്പൊ, അല്ലേ? ഓട്ടോട്രോഫ് എന്ന് പറയുമ്പോ സ്വയം ആഹാരം പാചകം ചെയ്യാൻ കഴിവുള്ളവര്, സസ്യങ്ങളും പായലുകളും ഒക്കെ. അപ്പോ ഓർത്തോണം, നമ്മൾ ഈ സൂര്യന്റെ എനർജി തന്നെയാണ് നമ്മൾ ഈ ആഹാരമായിട്ട് കഴിക്കുന്നത്. സൂര്യന്റെ പ്രകാശ ഊർജത്തിനെ കെമിക്കൽ ഊർജമാക്കി മാറ്റി ചെടികളെ സൂക്ഷിച്ചു വെക്കുക ആഹാരമായിട്ടല്ലേ? അതാണ് നമ്മളും കഴിക്കുന്നത്. അപ്പം സൂര്യനിൽ നിന്നുള്ള ഈ ഊർജമാണ് എല്ലാ ജന്തുക്കളിലേക്കും വ്യാപിക്കുന്നത്. അത് ചിലപ്പം നേരെയാവാം, ചെടികൾക്കൊക്കെ നേരെ തന്നെ അവര് ആഗിരണം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എടുക്കുക, അങ്ങനെയാകാം. അപ്പൊ സൂര്യനിൽ നിന്നാണ് ഈ ഊർജം എടുക്കുന്നത്. ഈ സൂര്യനിൽ എങ്ങനെയാണ് ഈ ചൂടും പ്രകാശമൊക്കെ ഈ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും? സ്റ്റാർ ആണ്. അവിടെ എന്ത് പ്രക്രിയ നടക്കുന്നത്? ഫ്യൂഷനാ അല്ലെ? നമ്മുടെ ഈ ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബിലൊക്കെ നടക്കുന്നത് എന്താണ്? അതെ. അപ്പോ ഫിഷൻ എന്ന് പറയുമ്പോ ഒരു ആറ്റം, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആറ്റം, അതായത് റേഡിയോ ആക്റ്റീവ് ആറ്റം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്ലൂട്ടോണിയം, യുറേനിയം. നേരത്തെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതുപോലെ. യുറാനിയം 234 235 ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിന്റെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ഏത് ഐസോട്ടോപ്പാണ് റേഡിയോ ആക്റ്റീവ് എന്നും പറഞ്ഞ്. അപ്പോ ഈ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് അണുക്കൾ തമ്മിൽ കൂടിച്ചേരുക അല്ലെ? പറഞ്ഞു. കമ്പൈൻ ചെയ്ത് പുതിയൊരു ആറ്റം ഉണ്ടാവുക. അതായത് രണ്ട് ഹൈഡ്രജൻ ചേർന്നാൽ എന്താവും? ഹീലിയം ആവും കേട്ടോ, ഹീലിയം. ഓക്കെ. അതുപോലെ ഈ വികിരണത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് സ്റ്റേബിൾ ആവാൻ വേണ്ടി ഇലക്ട്രോണുകളെ, അതേസമയം മറ്റ് റേഡിയേഷൻസ്, കിരണങ്ങള്, ഗാമാ കിരണങ്ങള് ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക സ്റ്റേബിൾ ആവാൻ വേണ്ടി കേട്ടോ. ഹലോ കേൾക്കുന്നു. അപ്പോ അതാണ് എന്ത്, നമ്മുടെ
ഫിഷൻ എന്ന് പറയുന്ന പ്രക്രിയ. അപ്പൊ ഇത് രണ്ടിലും ഫ്യൂഷന് ഭയങ്കരമായ ചൂടാണ്, ഭയങ്കരമായ ചൂടും പ്രകാശവും ഒക്കെയാണ് ഇതില് ഈ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിന്റെ ഒരു ഭാഗം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുകയും മേഘങ്ങള്, പൊടിപടലം എന്നിവയാൽ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ അന്തരീക്ഷത്തിലൂടെ വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗം കേട്ടോ, ചെറിയ തരംഗങ്ങളായതിനാൽ അന്തരീക്ഷത്തെ വലിയ ചൂട് പിടിപ്പിക്കുന്നില്ല. പക്ഷെ ഈ സൗരവികിരണങ്ങൾ ഭൗമോപരിതലത്തില് എർത്ത് സർഫസിൽ എത്തുമ്പോഴോ ചൂട് പിടിപ്പിക്കും. ചൂട് പിടിപ്പിക്കും. അപ്പോൾ വിവിധ താപന പ്രക്രിയകളിലൂടെ ഭൗമോദരത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകുന്നു. അപ്പൊ അതാണ് ഏതൊക്കെ? താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവ. വികിരണത്തിന് മാധ്യമം വേണോ? വേണ്ട വേണ്ട. വേണ്ട വേണ്ട. ആവശ്യമില്ല. കണ്ടക്ഷനോ, താപചാലനത്തിനോ മാധ്യമം വേണോ? വേണം. വേണം, അത് വേണം. കരവസ്തുക്കളല്ലേ ഉണ്ടോ? അതെ. കൺവെക്ഷന് വേണോ? കൺവെക്ഷന് വേണം. വേണം, മാധ്യമം വേണം. അപ്പോ ബാക്കി എല്ലാത്തിനും കേട്ടോ, അഭിവഹനം ഇതിനെല്ലാം തന്നെ മീഡിയം വേണം. പക്ഷെ വികിരണം മാത്രം. അപ്പൊ നമ്മുടെ സൂര്യന്റെ പ്രകാശം എങ്ങനെയാണ് ശരിക്കും ചൂട് എങ്ങനെ ഇവിടെ എത്തുന്നത്? റേഡിയേഷൻ അല്ലേ, ഇൻഫ്രാറെഡ് ആണ്. വികിരണം. അതെ, വികിരണമാണ്. വികിരണത്തിന്റെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ഏത്? നമ്മുടെ മൈക്രോവേവിലൊക്കെ ഉപയോഗിക്കുന്ന എന്തുവാ? റേഡിയോ വേവുകളാ കേട്ടോ. അതെ. ശരി. അപ്പൊ നമ്മുടെ അണുസംയോജനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിയിലൂടെ സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണുസംയോജനം. ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ അറ്റോമിക സംഖ്യയുള്ള മൂലകം, ഹൈഡ്രജന്റെ അറ്റോമിക സംഖ്യ അറിയാലോ, 1. അപ്പം ഇങ്ങനത്തെ മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. ഇതിലൂടെ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണുസംയോജനത്തിലൂടെയാണ് കേട്ടോ. അപ്പൊ ഓരോ സെക്കൻഡിലും സൂര്യനില് 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ സൂര്യന് ശരിക്കും നിറം എന്തുവാണെന്നറിയാവോ? മഞ്ഞ, നീളം മഞ്ഞ. ശരിക്കും അത് നീലയാണ് കേട്ടോ. നമ്മൾ ഈ ചുവപ്പായിട്ട് കാണുന്ന നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഇതാ. റെഡ് ഷിഫ്റ്റ് അറിയത്തില്ല, റെഡ് ഷിഫ്റ്റ് എന്ന് കേട്ടുണ്ടോ? അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ശരിക്കും നീലയാ, ബ്ലൂ സ്റ്റാറാ. നമ്മൾ ഈ കാണത്തില്ലേ നക്ഷത്രങ്ങൾ കാണുമ്പോൾ ബ്ലൂ സ്റ്റാർ ആയിട്ടല്ലേ തോന്നുന്നേ? അതേപോലെ തന്നെ. ബ്ലൂ സ്റ്റാർ. പിന്നെ എന്താണ് ഹ്രസ്വതരംഗവും ദീർഘതരംഗവും? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണമായിട്ട് വെളിയിൽ പോകുന്നത് എങ്ങനെയാ? ഹ്രസ്വതരംഗങ്ങളാ കേട്ടോ. അപ്പൊ ഹ്രസ്വതരംഗങ്ങളുടെ പ്രത്യേകത എന്താണ്? ഫ്രീക്വൻസി കൂടുതല, ആവൃത്തി കൂടുതല കേട്ടോ. ഫ്രീക്വൻസി കൂടുതല. അതുകൊണ്ട് ഈ ഹ്രസ്വതരംഗത്തിന് അന്തരീക്ഷത്തിലൂടെ എളുപ്പം പോകാൻ പറ്റും, തടസ്സമില്ലാതെ പോകാൻ പറ്റും. അപ്പൊ ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്നും ഊർജ വികിരണം നടക്കുന്ന എങ്ങനെയാണ്? ദീർഘതരംഗങ്ങളാ കേട്ടോ. അപ്പൊ ഇതിന് ഫ്രീക്വൻസി കുറവ്, ആവൃത്തി കുറവായതുകൊണ്ട് അന്തരീക്ഷ വസ്തുക്കളാൽ ആഗിരണം ചെയ്യപ്പെടുകയോ പ്രതിഫലിക്കപ്പെടുകയോ ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ അത് നോക്കി വെച്ചോ. ചൂടേറിയ വസ്തുക്കളിൽ നിന്നും ഊർജം വികിരണം ചെയ്യപ്പെടുന്നത് ഹ്രസ്വതരംഗമാണ്. ഹ്രസ്വതരംഗം എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടുതല, അതുകൊണ്ട് തന്നെ തടസ്സമില്ലാതെ കടന്നു പോകാൻ പറ്റും അന്തരീക്ഷത്തില്. അതേസമയം ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് വികിരണം നടക്കുന്നത് എങ്ങനെയാ? ദീർഘതരംഗങ്ങളാണ്. അപ്പൊ ഈ തരംഗങ്ങളിൽ ആവൃത്തി കുറവാ, ഫ്രീക്വൻസി കുറവാ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ നമ്മുടെ ഷോർട്ട് വേവിന്റെ ഫ്രീക്വൻസി 3 മുതൽ 30 മെഗാഹെർട്സ് വരുന്ന ഫ്രീക്വൻസി, അതെല്ലാം ഷോർട്ട് വേവാ. ഇപ്പൊ തന്നെ നമ്മുടെ റേഡിയോ എടുത്ത് നോക്കിയാൽ കാണത്തില്ലേ, SW ഒക്കെ കാണത്തില്ലേ? SW അതിന്റെ ഒന്നുമില്ല, അതില് ഈ ഫ്രീക്വൻസി, ഈ വേവിന്റെ ട്രഫും ക്രസ്റ്റും എന്തുവാന്ന് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂ? മറ്റേ ഉയർച്ചയും താഴ്ചയും. അപ്പൊ അതിനിടയിൽ വരുന്ന ഒരു ഉയർച്ചയുടെയും ഒരു താഴ്ചയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ഏത്? ഈ വേവ് ലെന്ത് എന്ന് പറയുന്നത്. അതെ, വേവ് ലെന്ത്. അപ്പോ ഒരു സെക്കൻഡിൽ എത്ര വേവുകൾ വരുമെന്നുള്ളതാണ് ഫ്രീക്വൻസി. അത് ഓക്കെ ആയോ? അപ്പൊ ഫ്രീക്വൻസി കൂടിയ സാധനം ഏത്? നമ്മുടെ ഹ്രസ്വതരംഗം. ഫ്രീക്വൻസി കുറഞ്ഞത് ദീർഘതരംഗം, അത്രയേ ഉള്ളൂ.
ഉം. അതിപ്പോ അറിയാവുന്നോണ്ടാ പറഞ്ഞു തരാൻ പറ്റിയില്ലേ, അത് വേറൊരു ക്ലാസ് പറയണം. ശരി ശരി ശരി, അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ശരി. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ള എന്താ, ഭൂമിയുടെ താപ ബജറ്റ് എന്നും പറഞ്ഞൊരു ബോക്സ് കൊടുത്തേക്ക് കേട്ടോ. അന്തരീക്ഷത്തില് എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജം 100 യൂണിറ്റ് ആയി സങ്കല്പിച്ചാല് അതിന് 35 യൂണിറ്റ് ഊർജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകും. 14 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കളെ ആഗിരണം ചെയ്യും. ഇത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണേ വരാം കേട്ടോ. ഭൗമോപരിതലത്തില് എർത്ത് സർഫസിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജമാണ്. താപചാലനം, സംവഹനം തുടങ്ങിയ താപന പ്രക്രിയകളിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിന് കൈമാറുന്നു. 17 യൂണിറ്റ് ഊർജം ഭൗമ ഉപരിതലത്തിൽ നിന്ന് നേരിട്ടും 48 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിൽ നിന്നും പുനർവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജവും മടക്കി അയക്കുന്നു. ഇതെങ്ങനെ നമ്മൾ ഓർത്തു വെക്കും? എനിവേ, ഇതെങ്ങനെ പഠിക്കും? ഇത് കാണാതെ പിടിച്ചു പറ്റും. ശരി ശരി ശരി. അല്ലാതെ എങ്ങനെയും തോന്നുന്നുണ്ടോ ഇത് എളുപ്പം ഓർത്തു വെക്കാനുള്ള വല്ലോ? കേട്ടോ, അപ്പം 35 യൂണിറ്റ് ഊർജം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോകും, റിഫ്ലക്ഷന്. 14 യൂണിറ്റ് ഊർജം അബ്സോർബ് ചെയ്തെടുക്കും, അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും എല്ലാം. പിന്നെ നമ്മുടെ എർത്ത് സർഫസിൽ ഭൗമ ഉപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ 51 യൂണിറ്റ് ഊർജം. അത് തന്നെ ഈ താപചാലനവും സംവഹനവും ഒക്കെ സംഭവിച്ചിട്ട് 34 യൂണിറ്റ് ഊർജം അന്തരീക്ഷത്തിലേക്ക് പോവുക. 17 യൂണിറ്റ് ഊർജം നമ്മുടെ ഭൗമ ഉപരിതലത്തിൽ നിന്ന് നേരിട്ടും 48 യൂണിറ്റ് ഊർജം പുനർവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ മുഴുവൻ ഊർജവും മടക്കി അയക്കുന്നു കേട്ടോ. അത് കാണാതെ വായിച്ച് പഠിച്ചാലേ പറ്റും. ഇനി നമുക്ക് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്തുവെന്ന് പറയാം. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ രാത്രി സമയത്ത് നമുക്ക് ഈ ചൂട് തോന്നാനുള്ള കാരണം എന്താ? ഈ രാവിലെ വരുന്ന ചൂട് ആഗിരണം ആഗിരണം ചെയ്ത് അത് ഭൂമിയിൽ നിന്ന് തിരിച്ചു വരുക. അപ്പം ഭൗമ വികിരണം, അത് ടെറസ്ട്രിയൽ റേഡിയേഷനാ. ഓക്കെ. അപ്പോ ഈ ഭൗമ വികിരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നു. ഇത് നമ്മുടെ ഇപ്പൊ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ തന്നായിരുന്നു ഈയിടെ, നൈട്രജൻ ഒക്കെ തന്നിട്ട് ഇതിൽ ഏതാ ഉൾപ്പെടാത്തതെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഹരിതഗൃഹവാതകത്തില് മെയിൻ വാതകം ഏതാണ്? മെയിൻ വാതകം ഈ ചൂട് പിടിക്കാൻ മെയിൻ കാര്യം കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ ഹരിതഗൃഹം? നമ്മുടെ ഭൂമിയിലോട്ട് വന്നു ചേരുന്ന മുഴുവൻ ഊർജവും ഇത്തരത്തിൽ പുനർവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നു. അപ്പൊ ഈ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ, താപ ബഡ്ജറ്റ്. ഹരിതഗൃഹവാതകങ്ങൾ എന്തുവാ? ഈ ചൂട് പിടിച്ചെടുത്തിട്ട് അല്ലേ, അതുള്ള ആ ഒരു ഭാഗം, ആ ഒരു ഉപരിതലത്തിനും കൂടെ ചൂട് പിടിപ്പിക്കുന്ന നമ്മുടെ ഗ്യാസുകളാണ് ഹരിതഗൃഹവാതകങ്ങൾ. ഏതൊക്കെയാ മെയിൻ ആയിട്ട് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പൊ പറഞ്ഞു, വേറെ നൈട്രജന്റെ നൈട്രജൻ ഇല്ല കേട്ടോ. അല്ല, നൈട്രജൻ സൾഫൈഡ് അങ്ങനെ. കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി, നൈട്രസ് ഓക്സൈഡ് ആയിരിക്കും പറഞ്ഞല്ലേ? നൈട്രസ് ഓക്സൈഡ് അതുണ്ട്. പിന്നെ ഓസോൺ ഉണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെക്കും, എന്നിട്ട് തിരിച്ച് നമ്മുടെ ഭൂമിയിലോട്ട് തന്നെ വിട്ടുകൊണ്ടിരിക്കുന്ന ഈ ചൂട്. അതുകൊണ്ടാണ് നമ്മുടെ താപനില ഒരുപാട് അങ്ങ് കൂടിപ്പോകും. ഈ ഗ്രീൻ ഹൗസ് എഫക്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എവിടാ? ഗ്ലാസ് ഹൗസ് ഇല്ലേ? ഗ്ലാസ് ഹൗസ് ചെടികൾക്ക് വളരാൻ. അത് നമ്മുടെ ബയോളജിയിൽ വരുന്നുണ്ട്. ഇനി നട്ട് നനയ്ക്കാൻ നന്മകൾ കൊയ്യാന്നും പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് 8ാം ക്ലാസ്സുകാർക്ക്. അപ്പൊ അതിനകത്ത് ഈ ഗ്രീൻ ഹൗസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് തന്നെ. അപ്പൊ അതെന്തിനാ സഹായിക്കുന്നത്? ഭൂമിയിലെ ചൂട് കുറയ്ക്കാൻ.
അത് നമ്മൾ അല്ലാതെ പ്രഭാവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഗ്ലാസ് ഹൗസിന്റെ കാര്യം ചോദിച്ചതാ. ഗ്രീൻ ഹൗസ് സസ്യങ്ങൾക്ക് സസ്യങ്ങളെ നമുക്ക് ഏത് കാലത്ത് വേണേലും അപ്പം വളർത്താൻ പറ്റും കേട്ടോ, വളരാൻ വേണ്ടി. വളർത്താൻ പറ്റും. അതാണ്. പിന്നെ ചൂടൊക്കെ മഴക്കാലമാണെങ്കിൽ പോലും ചൂട് അതിനകത്ത് നിലനിൽക്കും. എപ്പോഴും വിളകള് നമുക്ക് എടുക്കാൻ പറ്റും. ശരി, അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഹീറ്റ് ബഡ്ജറ്റ് എന്തുവാണ്? അതായത് ചൂട് കൂടുതലായിട്ട് പോവാതെയും അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുറയാതെയും ഒരു ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നതിനെയാണ് എന്ത് നമ്മുടെ ഹീറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ താപ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൂര്യന്റെ പ്രകാശം ലഭിക്കുന്നത്, ഊർജം ലഭിക്കുന്നത്? അല്ലല്ലോ. അല്ലല്ല. സൂര്യോദയം മുതല് ഭൂമുഖത്തേക്ക് വരുന്ന സൗരവികിരണങ്ങൾ നമ്മുടെ ഉപരിതല താപം ഉയർത്തുകയും ഉച്ചയോടെ എന്തുവാ അത് കൂടും അല്ലെ, ഭയങ്കര ചൂടാവും. പക്ഷെ പിന്നെ എന്താ സംഭവിക്കും? താപവ്യാപന പ്രക്രിയകൾ നമ്മൾ മുമ്പേ പറഞ്ഞ സംവഹനവും അഭിവാഹനവും ഇതും എല്ലാം കൂടെ സംഭവിക്കുമ്പോ എന്തോ പറ്റും? ചൂട് കുറയും. അന്തരീക്ഷം ചൂടാവുന്നുണ്ട് അല്ലേ? അതെ. അപ്പോ ഈ അന്തരീക്ഷം ചൂടാവുന്നതിന് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ചൂടാവുന്നതിനേക്കാളും സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്ക് നമ്മുടെ കറക്റ്റ് ഒരു മണിക്കൊക്കെ അത്യാവശ്യം നല്ല ചൂടാ അല്ലേ? ഉച്ചക്ക് 2 മണിക്ക് ഏറ്റവും ചൂടാ. പക്ഷേ 2 മണിക്കത്തെ ചൂടാണ് നമ്മുടെ താപനില എന്ന് പറയുന്നത് കണക്കാക്കാൻ എടുക്കുന്നത്. എന്തുകൊണ്ടാ? ഭൗമ ഉപരിതലം ചൂടാവാൻ എടുക്കുന്നതുകൊണ്ട് സമയം കൂടുതൽ എടുക്കണമല്ലോ. അപ്പൊ മൊത്തം താപനില കണ്ടുപിടിക്കാൻ 2 മണിക്കത്തെ ചൂടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഉച്ചതിരിഞ്ഞ് സൗരവികിരണത്തിന്റെ തീക്ഷ്ണത കുറയുന്നതും സമാന്തരമായിട്ടുണ്ടാകുന്ന ഭൗമ വികിരണവും മൂലം ഈ നമ്മുടെ ഉപരിതലത്തിലെ താപം എന്ത് സംഭവിക്കും? വികിരണം സംഭവിക്കുന്നതുകൊണ്ട് കുറയും. ഇതേ രാത്രി ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, രാത്രികാല ഭൗമ വികിരണത്തിലൂടെ കൂടുതൽ ഊർജം നഷ്ടപ്പെട്ട് ഉപരിതലവും അന്തരീക്ഷവും കൂടുതൽ തണുക്കുന്നു. അതിനാൽ സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത്. അതൊക്കെ ആയല്ലോ. നമ്മളപ്പം മെയിൻ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞു? ഹീറ്റ് ബഡ്ജറ്റ് പറഞ്ഞു. അതെന്തുവായിരുന്നു? ആരെങ്കിലും ഒന്ന് പറയാവോ? ഹീറ്റ് ബഡ്ജറ്റ് ഒന്ന് പറയാവോ? എല്ലാരും ക്ലാസ് കേൾക്കുമെന്ന് തോന്നുന്നു. ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, ഹീറ്റ് ബഡ്ജറ്റ് എന്തുവായിരുന്നു? ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. ഒത്തിരി ചൂട് കൂടാതെയും ചൂട് കുറയാതെയും ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനെയാണ് ഹീറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ താപ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? മാക്സിമം മിനിമം തെർമോമീറ്റർ. മാക്സിമം മിനിമം തെർമോമീറ്റർ. അപ്പോൾ അന്തരീക്ഷ താപനില അളക്കുന്നത് എന്തുപകരണം വെച്ചിട്ടാണ്? തെർമോമീറ്റർ ആണ് കേട്ടോ, തെർമോമീറ്റർ. അപ്പോൾ 2 സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? മാക്സിമം മിനിമം തെർമോമീറ്റർ കേട്ടോ. മാക്സിമം മിനിമം തെർമോമീറ്റർ. 2 സാധാരണ തെർമോമീറ്റർ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബിൽ യോജിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. അപ്പോൾ ഒരു മാക്സിമം മിനിമം തെർമോമീറ്ററിലെ രേഖപ്പെടുത്തലിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അവളെ നമ്മുടെ ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് പരീക്ഷകളിൽ ഏതോ ഒരു പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമായിരുന്നു ഇത്. സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാൻ അത് ഏതാണെന്ന് മനസ്സിലായി? അനു എഴുതി കാണുമല്ലോ ആ എക്സാം? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഏതോ പക്ഷെ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നായിരുന്നു. ഒരു താപനില നമുക്ക് തന്നിട്ട് ഇത് ചോദിച്ചു ഫാരൻഹീറ്റ് ആക്കാൻ. അപ്പൊ ഇത് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൽഷ്യസ് ഇൻറ്റു 9/5 + 32 കേട്ടോ. അതിന്റെ തുല്യമായ സെൽഷ്യസിന്റെ തുല്യമായ ഫാരൻഹീറ്റിന്റെ ആ ഒരു താപനില കണ്ടുപിടിക്കാൻ. സെൽഷ്യസിനെ 9/5 കൊണ്ട് ഗുണിച്ചിട്ട് 32 കൂട്ടുക. അപ്പൊ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് സെൽഷ്യസും കണ്ടുപിടിക്കാം ഫാരൻഹീറ്റ് വരുവാണെങ്കിൽ, അല്ലയോ? തിരിച്ചും
തിരിച്ചും തിരിച്ചതുപോലെ കണ്ടുപിടിക്കാം. ഇപ്പൊ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32. ഓക്കെ, ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32. ശരി, ഇനി നമുക്ക് നോക്കാനുള്ള എന്താ? ദൈനിക താപാന്തരം. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? ദൈനിക താപം. താപാന്തരം. നമ്മൾ പറഞ്ഞായിരുന്നു കൂടിയ താപനില എത്ര മണിക്കാ നമ്മൾ എടുക്കുന്നത്? 2 മണിക്ക് അല്ലേ? ഉച്ചയ്ക്ക് 2 മണി. അപ്പൊ കുറഞ്ഞ താപനിലയോ? അതെ, വൈകുന്നേരം അല്ലേ? സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുന്നേ. അപ്പൊ വെളുപ്പിന്റെ സമയത്താ. അപ്പൊ ഒരു ദിവസത്തെ ശരാശരി താപനിലയെ നമ്മൾ എന്താ വിളിക്കും? ദൈനിക ശരാശരി താപനില. അപ്പൊ ആവറേജ് എടുക്കുന്ന അറിയാമല്ലോ. അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക, എന്നിട്ട് എന്തും കൊണ്ട് ഭാഗിക്കുക? 2 കൊണ്ട് ഭാഗിക്കുക. ഓക്കെ, കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡ് ബൈ 2. അപ്പോ ഈ ചൂടും താപനിലയും കുറിച്ച് ഒരു ബോക്സും കൂടെ തന്നിട്ടുണ്ട്. തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആകെ ഊർജ്ജമാണ് എന്ത്? ചൂട്. അപ്പൊ ചൂടിന്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ചൂടിനെ അളക്കാനേ ജൂള്. അപ്പോ ഒരു വസ്തുവിന്റെ താപത്തിന്റെ അളവുകോലാണ് എന്ത്? ഊഷ്മാവ്. അതല്ലെങ്കിൽ താപനില. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ യൂണിറ്റുകളിലാണ് നമ്മൾ ഇത് അളക്കുന്നത് കേട്ടോ. അതെ. അപ്പൊ ഈ ജൂളില്ലേ, ജൂള് താപനിലയുടെ മാത്രമാണോ? നമ്മൾ വേറെതിന്റെ യൂണിറ്റ് ആയിരുന്നു ഈ ജൂള്. അതെ, ഊർജത്തിന്റെയും കൂടെ യൂണിറ്റ് ജൂളാ കേട്ടോ. ശരി, എനർജിയുടെ യൂണിറ്റ്. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? അന്തരീക്ഷ താപനിലയെ സംബന്ധിച്ച വിവരങ്ങളെ കാലാവസ്ഥാ പഠനങ്ങൾക്കും കൂടുതൽ വിശകലനങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, അന്തരീക്ഷ താപനില സംബന്ധിച്ച വിവരങ്ങളെ നമ്മൾ ഈ കാലാവസ്ഥ, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ കാലാവസ്ഥ, ക്ലൈമറ്റ് എങ്ങനെയാ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? എത്ര കൊല്ലമായിരുന്നു? 40 കൊല്ലം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഇന്നടത്ത് ഇന്ന കാലാവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന ഇത് ഇടയ്ക്ക് വരുമായിരുന്നു കേട്ടോ ഈ ക്വസ്റ്റ്യന്. പക്ഷെ അത് പഴയ ICRT-യിലും ഉണ്ടായിരുന്നു. ഇത് ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തി ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളാണ് ഏത്? താപരേഖകൾ. ഐസോതേം. അപ്പൊ വെറും താപരേഖയല്ല, സമതാപരേഖ. ഓക്കെ, ഐസോതേംസ്. ഒരേ ടെമ്പറേച്ചർ ഉള്ള ഏരിയകളെ യോജിപ്പിക്കുന്ന രേഖകൾ ഐസോതേംസ് അല്ലെങ്കിൽ സമതാപ രേഖകൾ. അപ്പോ വൻകരകളും സമുദ്രങ്ങളും തമ്മിൽ ചേരുന്ന ഇടങ്ങളില് ഈ സമതാപ രേഖ വളയുന്ന എന്തുകൊണ്ടായിരിക്കും? കണ്ട, ഇവിടൊക്കെ വളമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അവിടെ താപനില വ്യത്യാസമായിരിക്കും. വ്യത്യാസം വരുന്ന എന്തുകൊണ്ടാ? അവിടെ വേറൊരു പ്രതിഭാസം നടക്കുന്നുണ്ടല്ലേ? ഈ പറഞ്ഞ ഈ ചക്രവാതം അതുപോലുള്ള. അതുകൊണ്ട് അവിടുത്തെ ഹീറ്റിംഗ് ഡിഫറൻറ്റാ. വെള്ളമല്ലേ, വെള്ളം ചൂടാവുന്നത് കര ചൂടാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കരക്കാറ്റും കടൽക്കാറ്റും. അതെ, അതാണ് കാര്യം. കരക്കാറ്റും കടൽക്കാറ്റും വരുന്നതുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചറിന് ഒരു കോട്ടമുണ്ട്, മാറ്റമുണ്ട്. കണ്ടോ, ഇവിടം വരെ ഇങ്ങനെ പോയിട്ട് ഇവിടെ കണ്ടോ നമ്മുടെ ഈ കരയും കടലും കൂടെ ചേരുന്നിടത്ത് മൊത്തം വളവ് വരിക. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ. വെള്ളം ചൂടാവുന്ന റേറ്റ് വ്യത്യാസമുണ്ട് കരയേക്കാളും. കര പെട്ടെന്ന് ചൂടാവും ഇല്ലയോ? അപ്പോ ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപ രേഖകൾ അക്ഷാംശത്തിന് ഏറെക്കുറെ സമാന്തരമാകാൻ കാരണം എന്തായിരിക്കുമെന്ന്. ഇവിടെ സൂര്യപ്രകാശം ഒന്നും കിട്ടുന്നില്ല, പക്ക തണുപ്പ് തന്നെ. അതുകൊണ്ട് അവിടെ കറക്റ്റ് സ്റ്റേബിളാ അല്ലേ ഈ ഭാഗത്ത്. മോൾ ഭാഗത്ത് പിന്നെയും കിട്ടുന്നുണ്ട് സൂര്യപ്രകാശം കുറച്ചെങ്കിലും. അപ്പൊ അതിന്റെ വ്യത്യാസം വരും. ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത്. അപ്പൊ താപവിതരണത്തിൽ വ്യത്യാസമുണ്ട്. സ്ഥലം അനുസരിച്ച് താപവിതരണം മാറും. അപ്പൊ അതില് മെയിനായിട്ട്
അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ അക്ഷാംശീയ സ്ഥാനം, ലാറ്റിറ്റ്യൂഡ്. ഏത് ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്? വെർട്ടിക്കൽ അല്ല, നേരെയുള്ള. വെർട്ടിക്കൽ ആണോ? അല്ല, ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ. ഓക്കെ. അത് നേരെയുള്ള. രേഖാംശമാണ് മറ്റേ വരുന്നത്. ശരി. അപ്പോ സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. ആ പ്രദേശം ഏതാണ്? നേരെ കിട്ടുന്ന പ്രദേശം ഏതാണ്? ഇക്വേറ്റർ, ഭൂമധ്യരേഖ അല്ലേ? ഭൂമധ്യരേഖ പ്രദേശം. അപ്പൊ അവിടെ അതായത് ഉത്തരായന രേഖയുടെയും ദക്ഷിണായ രേഖയുടെയും നടുക്കായിട്ട് വരും. ഓക്കെ. അപ്പൊ ഭൂമിക്ക് ഗോളാകൃതിയാണ് അല്ലേ? നമ്മൾ എന്തോ ഇംഗ്ലീഷ് അതിനെ ഒരു ഷേപ്പിന് ഒരു പേര് പറയും. ജിയോയിഡ് ഷേപ്പ്. അപ്പൊ ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോട് അടുക്കുമ്പോൾ ഈ സൂര്യപ്രകാശം ചരിഞ്ഞു പോകും. നമ്മൾ പറഞ്ഞ് ലംബമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും നടുക്കായിട്ടുള്ള പ്രദേശങ്ങൾ. അവിടുന്ന് നമ്മള് മുകളിലോട്ട് പോകുമ്പോ ഭൂമി ചരിഞ്ഞു വരുമല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശവും എന്ത് സംഭവിക്കും? ചരിഞ്ഞ് റിഫ്ലക്ഷന് വലിയ സാധ്യതയല്ലേ? എല്ലാം തിരിച്ചങ്ങ് പോകും, റിഫ്ലക്ട് ചെയ്ത് അങ്ങ് തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ മുകളിലോട്ട് പോകുന്തോറും എന്ത് പറ്റും, അല്ലെ താഴോട്ട് പോകുന്തോറും എന്തോ പറ്റും? ഈ സൂര്യപ്രകാശം അങ്ങനെ പോകുന്നതുകൊണ്ട് താപത്തിന് എന്ത് സംഭവിക്കും? കുറഞ്ഞു വരും. ഓക്കെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് പല താപീയ മേഖലകൾ നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോ 23.5 വടക്ക് മുതൽ 66.5 വടക്ക് വരെ ഉത്തര മിതോഷ്ണ മേഖല എന്ന് പറയാം അല്ലെ? നമ്മുടെ ഉഷ്ണമേഖല ഭൂമധ്യരേഖ കേട്ടോ. ഭൂമധ്യരേഖയാണ് എന്ത്? പിന്നെ ഏതിന്റെ ഇടയിലുള്ള ഭാഗങ്ങളാണ്? ഉത്തരായന രേഖയുടെയും ദക്ഷിണായന രേഖയുടെയും നടുക്കുള്ള ഭാഗങ്ങളാണ് ഏത്? ഉഷ്ണമേഖല എന്ന് പറയുന്നത്. അതായത് 23.5 വടക്കിന്റെയും 23.5 തെക്കിന്റെയും നടുക്കുള്ള ഭാഗങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ദക്ഷിണ മിതോഷ്ണ മേഖലയുണ്ട് അല്ലെ? അത് ഏതൊക്കെ ഡിഗ്രിയുടെ നടുക്കാണ് വരുന്നേ? 23.5 തെക്കും 66.5 തെക്കും. അതായത് ദക്ഷിണായന രേഖയുടെയും അന്റാർട്ടിക് വൃത്തത്തിന്റെയും കൂടെ നടുക്കായിട്ട് വരും. പിന്നെ ദക്ഷിണ ശൈത്യ മേഖല അതേതാണ്? അന്റാർട്ടിക്ക അല്ലേ? അന്റാർട്ടിക്ക നമ്മുടെ 7 ഭൂഖണ്ഡങ്ങളിൽ ഒരെണ്ണമാ അല്ലേ അന്റാർട്ടിക്ക? അന്റാർട്ടിക്കയിൽ ജീവനുണ്ടോ? ബാക്ടീരിയകളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ അല്ലാതെ ഉണ്ടോ? പെൻഗ്വിൻസ് ഒക്കെ എവിടാണ് കാണുന്നേ? അന്റാർട്ടിക്കയില. പിന്നാണോ ജീവൻ ഇല്ലെന്ന് പറഞ്ഞേ? മനുഷ്യവാസം ഇല്ല. നോർത്ത് പോൾ എവിടാണ്? നോർത്ത് പോളിൽ വല്ലതും ഉണ്ടോ? നോർത്ത് പോളിലും ഐസൊക്കെ അല്ലേ? ഐസാ, മൊത്തം ഐസാ. പക്ഷെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ആനിമൽസ് ഉണ്ട്. അതേത് ആനിമലാന്ന് ചോദിച്ചതാ. നമ്മുടെ പോളാർ ബിയർ ഇല്ലേ? അതൊക്കെ നോർത്ത് പോളില്ല കേട്ടോ. പോളാർ ബിയർ ഒക്കെ. സീലില്ലേ? സീലുകള് അതൊക്കെ നോർത്ത് പോളില്ല. ഓക്കെ. അപ്പോ ഇത് നമുക്ക് നോക്കേണ്ടത് എന്തോ, കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട്. ഇവിടെ വേറൊരു ഭാഗം കൂടെ ഉണ്ട് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഉയരത്തിന്റെ ഈ ഉയരം അനുസരിച്ച് കൂട്ടുകാരെ താപനില കൂടുവോ കുറയുവോ? കുറയും. അപ്പൊ നമ്മള് അതെ, ഇടുക്കിയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ അതേണ്ട നമ്മൾ ഈ ഇടുക്കിയിലൊക്കെ പോവുകയാണെങ്കിൽ ഹൈ റേഞ്ച് കയറുമ്പോ നല്ലപോലെ നമുക്ക് തണുപ്പ് അറിയാൻ പറ്റും അല്ലയോ? അപ്പൊ ഈ ഉയരം കൂടുമ്പോ ഈ താപനില മാത്രമല്ല വേറൊരു കാര്യത്തിലും കൂടെ വ്യത്യാസം വരും. എന്ത് വരുന്നു? പ്രഷറില്. അതുകൊണ്ടാ ഹിമാലയത്തിലൊക്കെ പോകുമ്പോ ഈ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരും. നമ്മുടെ ലോമികൾ, ക്യാപ്പിലറീസ് ഒക്കെ പൊട്ടിയിട്ട്, കാരണം പ്രഷർ കുറവാ, ബ്ലീഡിങ് സംഭവിക്കും ഈ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല നമ്മുടെ ബാലൻസിങ് ഒക്കെ വിഷയമാണ്.
പ്രഷറിന്റെ. അതേസമയം പ്രഷറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കേട്ടോ, നമ്മുടെ കടലിന്റെ അടിത്തട്ടില് പോകുന്ന ഡൈവർമാര്, ഈ അടിത്തട്ടിനെ കുറിച്ച് പഠനം നടത്താനൊക്കെ പോവല്ലോ ഓരോരുത്തരെ. ഇവര് ധരിക്കുന്ന സ്യൂട്ടിന്റെ കാര്യം ചോദിച്ചായിരുന്നു ഒരു 3-4 പരീക്ഷ മുന്നേ. എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ അനൂപേ? അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ പരീക്ഷ? ടെമ്പറേച്ചറും പ്രഷറും പ്രഷറാ, മെയിനായിട്ട് പ്രഷറാ കേട്ടോ. അതായിരുന്നു അതിനകത്ത്. ഉണ്ട്, ടെമ്പറേച്ചറും ഉണ്ട്. ഒരാള് വരുന്നു, ഒരു സെക്കൻഡ് അഡ്മിറ്റ് ചെയ്യട്ടെ. ജോബി. ഓക്കെ, അൽഫിയുടെ നെറ്റ് പോവാൻ തോന്നുന്നല്ലേ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോ ഈ ഉയരം കൂടുന്തോറും വേണ്ടേ നമ്മുടെ സ്ഥിരം ചോദ്യം, ഇപ്പോഴത്തെ സ്ഥിരം ചോദ്യം, ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നു. ഈ പ്രതിഭാസത്തിന് എന്തുവാ പറയുന്നത് വേണ്ടോ? ക്രമമായ താപനഷ്ട നിരക്ക്. അനൂപ ഇപ്പൊ എഴുതിയ എക്സാമിലെല്ലാം വന്നയാ, ഓർമ്മയുണ്ടോ? അതെ. നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ, ക്രമമായ താപനഷ്ട നിരക്ക്. താപനഷ്ട നിരക്ക് അതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയല്ലോ. അതെ. അപ്പൊ ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഇത് കുറഞ്ഞു വരും. പിന്നെ നമ്മൾ കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട് പിടിക്കുന്ന കാര്യം പറഞ്ഞല്ലേ. കര വേഗം ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു, പക്ഷെ വെള്ളം അങ്ങനല്ല. അപ്പൊ സമുദ്രത്തിൽ നിന്നുള്ള അകലം അനുസരിച്ചിട്ടും നമ്മുടെ ഓരോ റീജിയനിലെയും താപനില വ്യത്യാസം വരും. എന്തുകൊണ്ടായിരിക്കും? മുമ്പേ പറഞ്ഞായിരുന്നല്ലേ, കടൽക്കാറ്റ്. ഈ കടൽക്കാറ്റും കരക്കാറ്റും ഒന്ന് പറയാമോ? ഹലോ, കേൾക്കുന്നില്ലേ? കടലിൽ നിന്ന് വീശുന്നത് കടൽക്കാറ്റ്. അതാണ്. അല്ല, അത് എങ്ങനെയാന്നൊന്ന് പറയാം. രാവിലെ പറഞ്ഞോ. സമയങ്ങളിലാണ്. അനൂപേ അറിയാവോ? അൽഫി ഉണ്ടോ? പകലല്ലേ കടൽക്കാറ്റുണ്ട്. പകലാണോ? ജോവി പറഞ്ഞോളൂ. ഉഷ്ണങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഇതാണ് തിരമാല. അല്ല, അതല്ല. ഞാൻ പറയാം എന്നാ. ഒന്നുമില്ല, മുമ്പേ പറഞ്ഞ ശരിയായിരുന്നു. നമ്മുടെ സീ ബ്രീസ്, കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിൽ നിന്ന് കരയിലോട്ട് വരുന്നത് എപ്പോഴാ? പകൽ സമയത്ത്. അതിന്റെ കാരണം എന്താണ്? പകൽ സമയത്ത് കരയിലെ വായു, അന്തരീക്ഷം ചൂട് പിടിച്ച് ഉയരും. അപ്പൊ എന്താ? ലോ പ്രഷർ ഏരിയയാണ് നമ്മുടെ കരയുടെ മുകളിൽ വരുന്നത്. അപ്പൊ ഈ ലോ പ്രഷർ ഏരിയയിൽ നിന്നും ഹൈ പ്രഷർ ഏരിയയായ നമ്മുടെ വെള്ളത്തിന്റെ മുകൾ ഭാഗത്തെ അന്തരീക്ഷം, കാറ്റ്, അറ്റ്മോസ്ഫിയർ, അത് റഷ് ചെയ്ത് ഇങ്ങനെ വരും, കരയിലോട്ട് ഇങ്ങനെ തള്ളി വരുന്നതാണ് എന്ത്? നമ്മുടെ കടൽക്കാറ്റ് കേട്ടോ. അപ്പൊ കടൽക്കാറ്റ് എപ്പോഴാ? രാവിലെയാ. പകലാ. ഇത്രയും ഓർത്താൽ മതി. നമ്മള് ബീച്ചിലൊക്കെ പോയി നിൽക്കുമ്പം ഭയങ്കര കാറ്റല്ലയോ ഈ ബീച്ചിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലയോ? പട്ടമൊക്കെ പറത്താം നമുക്ക് സുഖമായിട്ട്. അതെ, കൊല്ലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് വിൽക്കുവേ, പട്ടം വിൽക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ. അനുപ, ആ ബീച്ചിന്റെ പേര് എന്തുവായിരുന്നു? നമ്മള് എല്ലാ സ്ഥിരം പോകത്തില്ലേ? നീണ്ടകരയല്ലല്ലോ. നമ്മുടെ ശംഖുമുഖത്തിലുണ്ട്. ശംഖുമുഖത്തിലുണ്ട്. എന്നെ കൊല്ലത്തൊരു ബീച്ചുണ്ടേ, ഈ കരിമണലൊക്കെ ഖനനമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഭയങ്കര വിഷയം. ഈ ആലപ്പാടൊക്കെ കേട്ടില്ലേ? ആലപ്പാട് വിഷയമൊക്കെ കേട്ടില്ലേ? അതിനടുത്തൊരു ബീച്ചുണ്ട്. അതിന്റെ പേരെന്തുവായിരുന്നു? ഓർമ്മ കിട്ടുന്നില്ല. ഓച്ചിറയ്ക്കൊക്കെ അടുത്താ അത്. അഴീക്കൽ ബീച്ച്. ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, പറഞ്ഞു പോയപ്പോ പറഞ്ഞ. അപ്പൊ അതേസമയം ഇപ്പം നമ്മള് കടൽക്കാറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി കരക്കാറ്റ് എന്തുവാണ്? അത് ആരേലും പറ. അതിന്റെ തന്നെ ഓപ്പോസിറ്റ്. രാത്രി സമയമാകുമ്പോ കടലിലെ വായു ചൂടായിട്ട് മുകളിലേക്ക് ഉയരും.
കടലിന് മുകളിലെ വായു ചൂടായി മേപ്പോട്ട് വരും. അപ്പൊ കരയിലെ കാറ്റ് ആ കടലിലോട്ട് തിരിച്ച് അതെ അയക്കും. അതെ 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 ആദ്യം പറഞ്ഞപ്പോ തെറ്റിപ്പോയി കേട്ടോ. പക്ഷെ ഓക്കെ, കറക്റ്റാ. അതിനുശേഷം നമുക്ക് നോക്കാനുള്ള സമുദ്രജല പ്രവാഹം. ഇത് നല്ലപോലെ നോക്കി വെച്ചോ. എല്ലാ മിക്ക പരീക്ഷയ്ക്കും ഇതിപ്പോ വരുന്നുണ്ട് സമുദ്രജല പ്രവാഹം. ഈയിടത്തെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കാലിഫോർണിയ സമുദ്രജല പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം ഉത്തരാർദ്ധഗോളത്തിലുള്ള ഇതാണോ എന്ന്, പ്രവാഹമാണോ എന്ന്. എനിക്കത് തെറ്റിപ്പോയി. ഗൾഫ് സ്ട്രീം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അന്ന്. ഇത് എഴുതിയിട്ടുണ്ടോ? ആ എക്സാം എഴുതിയുടെ ആരെങ്കിലും എഴുതിയായിരുന്നോ? ഹലോ, ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ എഴുതിയിട്ടില്ലെന്ന്. എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ കണ്ടായിരുന്നത്. ഇത് നോക്കിക്കാണും. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതല്ലേ പഴയതൊക്കെ നോക്കുന്നേ. അപ്പൊ ഇത് നോക്കി വെച്ചോ, നമ്മുടെ സമുദ്രജല പ്രവാഹം. നമുക്ക് പഠിക്കാം നമുക്ക്. ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ ഉദാഹരണത്തിന് ഉഷ്ണജല പ്രവാഹമായ കേട്ടോ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിന്റെ പടിഞ്ഞാറൻ കൊടുന്തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുമ്പോൾ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ ലാബ്രഡോർ ശീതജല പ്രവാഹത്തിന്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടുന്തണുപ്പിൽ അമരുന്നു. അപ്പൊ കാനഡയിലെയൊക്കെ കൊടുന്തണുപ്പിന്റെ കാര്യം എന്തുവാ? വടക്ക് കിഴക്കൻ തീരങ്ങൾ ലാബ്രഡോർ ശീതജല പ്രവാഹം കേട്ടോ, ലാബ്രഡോർ ശീതജല പ്രവാഹം, തണുത്ത വെള്ളത്തിന്റെ ഒഴുക്ക്. അതിന്റെ സ്വാധീനം കൊണ്ടാണ് എന്ത് മാസങ്ങളോളം കൊടുന്തണുപ്പ് അനുഭവപ്പെടുന്നത്. എനിക്കൊന്നും ഇതിനകത്ത് ഈ സ്ട്രീമുകളെ കുറിച്ച് എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ലാബ്രഡോറിന്റെയും ഗൾഫ് സ്ട്രീമിന്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാനഡയുടെ തൊട്ടടുത്താ കേട്ടോ ഗൾഫ് സ്ട്രീം. ചിലപ്പോ ഈ പടത്തിൽ നിന്നായിരിക്കാം ചോദിച്ചത്. നമുക്കതൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഈ സമുദ്രജല പ്രവാഹം മാത്രമായിട്ട്. അപ്പൊ ലാബ്രഡോർ പ്രവാഹം എവിടാണ്? അതിന്റെ ഇൻഫ്ലുവൻസ് എവിടെ വരുന്നത് കൂട്ടുകാരെ? കാനഡയില്. അതേസമയം നോർവീജിയനിലോ, അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലോ ഏത് ഉഷ്ണജല പ്രവാഹമാണ്? ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം കേട്ടോ, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം. ഓക്കെ, മറക്കല്ലേ, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം നോർവീജിയൻ സോണുകളില്, അതായത് പടിഞ്ഞാറൻ ഭാഗമാണ് യൂറോപ്പിന്റെ. ശരി, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഭൂപ്രകൃതി. കണ്ടോ, നമ്മുടെ ഇപ്പൊ ഭൂമി ഒരു ഈവൻ സർഫസ് ആണോ? അതായത് ഈ കുണ്ടും കുഴിയും ഒന്നും ഇല്ലാതെ, മലയും ചെരുവുകളും ഒന്നും ഇല്ലാതെ നിരപ്പായിട്ട് കിടക്കുന്ന ഭാഗമാണോ? അല്ല. അപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ മുഴുവൻ മല ആണ് അല്ലെ, ഹിൽ ഏരിയയാണ് ശരിക്കും, പർവ്വത ചെരുവുകളാ. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗത്ത് സൂര്യപ്രകാശം അടിക്കുമ്പോ എവിടെ ആയിരിക്കും കൂടുതലായിട്ടും കിട്ടുന്നത് സൂര്യപ്രകാശം? ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളിലോ? പക്ഷെ ഉയർന്നു നിൽക്കുന്നിടത്ത് തണുപ്പും വരും അല്ലെ. അതെന്തുകൊണ്ടാ? ഉയരം കൂടി പോകുന്നോണ്ടാ. നമ്മുടെ ഇതിന്റെ വ്യത്യാസം വരുന്നുണ്ടല്ലോ, പ്രഷറും കുറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് അവിടെ തണുപ്പ്, ഉയരം കൂടുന്നതോറും തണുപ്പും കൂടുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോ എന്തോ ഓക്കെ. അപ്പോ സൂര്യപ്രകാശ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വത ചെരുവുകളിൽ താപനില കൂടുന്നതിന്, ചെരുവുകളിലെ കേട്ടോ, സൂര്യന് അഭിമുഖമായ ചെരുവുകളില്, സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ താപനില കൂടുന്നതിനും വിപരീത ചെരുവുകളിൽ താപനില കുറയുന്നതിനും കാരണമാകുന്നു. ഓക്കെ, സൂര്യപ്രകാശം തട്ടാത്ത ഭാഗത്ത് താപനില കുറയുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ്? ബാരോമീറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാരോമീറ്റർ, ഈ ബാരോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? അന്തരീക്ഷത്തിലെ എന്തോ അളക്കാനാ? അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയാണ് ബാരോമീറ്റർ. അപ്പൊ മെർക്കുറി ബാരോമീറ്റർ ഉണ്ട്, അനിറോയിഡ് ബാരോമീറ്റർ, അങ്ങനെ പലതരം ബാരോമീറ്റർ ഉണ്ട്. അപ്പൊ മെർക്കുറി ബാരോമീറ്ററില് ഭൗമ ഉപരിതല ശരാശരി എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം സാധാരണ രേഖപ്പെടുന്ന, ഇത് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ആ അളവ് മില്ലിബാർ അല്ലെ ഹെക്ടോ പാസ്കൽ എന്നീ ഏകങ്ങളിലാണ്, എന്നീ യൂണിറ്റുകളിലാണ് കേട്ടോ, മില്ലിബാറും ഹെക്ടോ പാസ്കലും. ഓക്കെ, അപ്പോ ഈ അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും നമുക്ക് ഇനി നോക്കാം.
അന്തരീക്ഷമർദ്ദം എന്തുവാണ്? നമ്മുടെ ഭൂമിയിലെ ഉപരിതലത്തിലോട്ട് അന്തരീക്ഷവായു ചെലുത്തുന്ന സമ്മർദ്ദം. അന്തരീക്ഷവായു നമ്മുടെ ഭൂമിയിലോട്ട് എന്താണ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ, അന്തരീക്ഷ മർദ്ദത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അന്തരീക്ഷ താപനില, താപനില, പിന്നെന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, പിന്നെന്താണ്? ഹ്യൂമിഡിറ്റി, അന്തരീക്ഷ വായുവിലെ ജലാംശം. ഓക്കെ, 3 കാര്യങ്ങളാണേ. അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം. അപ്പൊ അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് ഭാരം കുറഞ്ഞ് ഉയരുകയും ചെയ്യുന്നു. അപ്പൊ ഇപ്രകാരം ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. അതെന്തോ പറഞ്ഞിരിക്കുന്നേ? ന്യൂനമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ അവിടുന്ന് അന്തരീക്ഷ വായു ചൂടായി ഉയർന്നു പോയിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് തണുക്കുമ്പോ ഇറങ്ങുമല്ലോ. ഈ വായു അങ്ങോട്ട് ഇറങ്ങത്തില്ലേ? ഇറങ്ങുമ്പോഴത്തേനും എന്തോ സംഭവിക്കും? അവിടുത്തെ പ്രഷർ എന്ത് സംഭവിക്കും? കൂടുവോ കുറയുവോ? പ്രഷർ കൂടും. അതെ, തണുത്തിറങ്ങുന്നിടത്തെ പ്രഷർ കൂടും. അവിടെ ഈ അന്തരീക്ഷ വായു കൂടുതലായിട്ട് വന്ന് ഒരു സമ്മർദ്ദ മേഖല ക്രിയേറ്റ് ചെയ്യുക. അവിടെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരുന്നു. എന്തോ ശരി. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരുന്തോറും അന്തരീക്ഷ വാതകങ്ങളുടെ ഡെൻസിറ്റി, സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷമർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും 1 മില്ലിബാർ എന്ന തോതിലാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. നമ്മൾ നേരത്തെ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലേ? എത്ര ആയിരുന്നു അളവ്? കുറഞ്ഞു പോകുന്നത് ഓരോ കിലോമീറ്റർ ദൂരത്തിന് 6.4 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 6.4 ഡിഗ്രി സെൽഷ്യസ്. അതേസമയം അന്തരീക്ഷമർദ്ദത്തിന്റെ കാര്യം പറയുവാണെങ്കിലോ ഓരോ 10 മീറ്ററിനും 1 മില്ലിബാർ. നേരത്തെ നമ്മൾ കിലോമീറ്റർ കണക്കാ പറഞ്ഞത് കേട്ടോ. ഓരോ കിലോമീറ്ററിലും അതാണ് 6.4 ആയിരുന്നു പറഞ്ഞത്. പിന്നെ വായുവിലെ ജലാംശം, ആർദ്രത, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു കേട്ടോ. അപ്പോ ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്ര വായുവിൽ, ഈർപ്പമുള്ള വായുവിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ഓക്കെ. അപ്പോ നമ്മുടെ ശരീരത്തിൽ ഈ അന്തരീക്ഷ വായു മർദ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലേ? മർദ്ദം എല്ലായിടത്തും ഈ അന്തരീക്ഷ വായു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് അനുഭവിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാ? നമ്മുടെ ശരീരം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. ശരീരമർദ്ദം കൊടുത്തിട്ടുണ്ട് തിരിച്ച്. അതുകൊണ്ടാ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് അറിയാത്തത്. അപ്പോൾ ഇളം കാറ്റുകൾ മുതൽ കൊടുങ്കാറ്റുകൾ വരെ അതിനെല്ലാം കാരണമാകുന്നത് എന്താണ്? ഈ അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ്. നമ്മൾ സ്ഥാനീയ മർദ്ദ വിതരണത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു മുമ്പേ അല്ലെ? ഒരേ താപമേഖലകളും ഒക്കെ പറഞ്ഞായിരുന്നു. ആ ഒരേ താപമേഖലകൾ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇമാജിൻ ചെയ്ത് വരയ്ക്കുന്ന ആ വരകൾക്ക് എന്ത് വരുന്നു പറയുന്നത്? ആ രേഖകൾക്ക് അതെ, സമതാപരേഖകൾ, അതായത് ഐസോതേംസ്. ശരി. അപ്പൊ ഓരോ പ്രദേശത്തെയും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷ മർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കും. ആ രേഖകളെ കേട്ടോ, ഒരേ പ്രഷറായി ഇവിടെ പറയുന്നത്. നേരത്തെ ടെമ്പറേച്ചർ പറഞ്ഞു. അപ്പൊ ഒരേ പ്രഷർ ഉള്ള സ്ഥലത്തെ നമ്മൾ എങ്ങനെ വിളിക്കും? ഒരേ രേഖ കൊണ്ട് രേഖപ്പെടുത്തുമ്പോൾ ഐസോബാർ അല്ലെങ്കിൽ സമ്മർദ്ദ രേഖകൾ കേട്ടോ. സമ്മർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാർ. അപ്പോ താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണെന്ന് നമുക്കറിയാം അല്ലെ? അതിന്റെ ഒരു എക്സാമ്പിള് നമ്മുടെ ഹിമാലയത്തിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും സാധാരണ നമ്മുടെ താപനില എത്ര? ജലം തിളയ്ക്കാൻ വേണ്ടി തിളനില എത്ര ആണ്? ഹലോ,
ഹലോ. ഹലോ ഓക്കെ. ആ കേൾക്കാം. സാധാരണ നമുക്ക് എത്രയാണ് താപനില? തിളനില. ഓ 100 ഡിഗ്രി അല്ലേ? അതെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാല് കണ്ടോ, താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മള് ഉയരം കൂടിയ പ്രദേശത്തോട്ട് പോകുമ്പോഴത്തേനും അവിടെ ഉള്ളവരൊക്കെ കൂടുതലായിട്ടും ഈ പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത് ആഹാരം പാചകം ചെയ്യാന്. അതുമല്ല, വെള്ളം തിളയ്ക്കാൻ വേണ്ടി നമുക്കൊക്കെ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ. പക്ഷെ അവിടെ പ്രഷർ കൂടുതലാണോ കുറവാണോ മുകളിലോട്ട് പോകുമ്പോ? ഹിമാലയത്തില് കുറവല്ലേ? കുറവാണ്. അപ്പോ അതുകൊണ്ട് അവിടെ 120 ഡിഗ്രി സെൽഷ്യസിലാണ് അവിടെ തിളയ്ക്കുന്നത്. വിപരീത അനുപാതമാ, താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാ. ഓക്കെ, അതായത് നമ്മുടെ ഇവിടെ 100 ഡിഗ്രി തിളയ്ക്കുമ്പോ ആ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ 120 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചോ. അപ്പോ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. കാരണം എന്താ? അവിടെ എപ്പോഴും സൂര്യപ്രകാശം ഏറ്റ് ചൂടായിക്കൊണ്ടിരിക്കുക. അതേസമയം ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്താണ് ഈ മർദ്ദം അന്തരീക്ഷം? പറഞ്ഞു. പോൾസിലായിരിക്കും. പോൾസില്, ധ്രുവ പ്രദേശങ്ങളില്. അപ്പോ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മർദ്ദം ക്രമേണ കൂടി വരേണ്ടതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ആണെങ്കിൽ. പക്ഷേ അതല്ല സ്ഥിതി. ചില സ്ഥലത്തില് നമ്മുടെ ഈ ഭ്രമണം നടക്കുന്നുണ്ടല്ലോ, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുവല്ലേ. അതെ. അപ്പൊ കോറിയോളസ് ഫോഴ്സുകൾ അതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ട്, ഭ്രമണം കൊണ്ട്, അതിന്റെ സ്വാധീനത്തിൽ മർദ്ദ സാഹചര്യം വ്യത്യാസപ്പെട്ട് നമുക്ക് പല മേഖലകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അതിനെ ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കും, അതായത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ശരി. അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുവാണ്. ഇനി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം കേട്ടോ. ബാക്കി ഇനിയിപ്പോ ഉണ്ട്.